ഹലോ. ഇന്നത്തെ യാത്ര ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. പെട്ടെന്നെടുത്ത തീരുമാനം മേഘമലയിൽ പോകാമെന്നായി. നമ്മൾ കുറച്ച് ലേറ്റായാണ് ഇറങ്ങിയത്, പക്ഷെ പോകാമെന്ന് എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ. ഏകദേശം ഒരു 2 മണിയാകുമ്പോഴെങ്കിലും നമ്മൾ അവിടെ മേഘമലയിൽ കയറിയിരിക്കണം. കാര്യം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിറങ്ങണം. പിന്നെ പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴി നല്ല അടിപൊളി വ്യൂ ആണ്. നിറയെ പച്ചപ്പ്, ആ റോഡും ആ മരങ്ങളൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയായിരുന്നു. നേരിട്ട് കാണാനായിരുന്നു കേട്ടോ ഭംഗി കൂടുതൽ, ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും. ക്ലൈമറ്റ് കൊള്ളായിരുന്നു, ചെറിയ തണുപ്പും കാറ്റും. യാത്രയ്ക്ക് പറ്റിയ നല്ല മൂഡായിരുന്നു. പിന്നെ നമ്മൾ പോയത് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ട, റാന്നി, എരുമേലി, മുണ്ടക്കയം വഴിയാണ് നമ്മൾ പോയത്. അങ്ങോട്ട് പോകെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, തണുപ്പുണ്ടായിരുന്നു. പിന്നെ വളഞ്ഞങ്ങാനത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി കുറച്ച് നേരം നിർത്തി അവിടുത്തെ ആ വ്യൂ ഒക്കെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞിട്ട് അവിടെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നിന്ന്. പക്ഷേ അവരിത്തിരി പ്രശ്നക്കാരാണ് കേട്ടോ. ഞാൻ പേടിച്ചു പോയി, ചാടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നീട് കുട്ടിക്കാനം, പീരുമേട്, വണ്ടിപ്പെരിയാറ്, കുമിളി, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. പിന്നെ വന്ന ക്ലൈമറ്റ് അങ്ങ് ജസ്റ്റ് ചേഞ്ചായി, അവിടെ നല്ല വെയിലായിരുന്നു. പിന്നെ കമ്പം, ചിന്നമന്നൂർ വഴി മേഘമല. പിന്നീട് തമിഴ്നാട് കാഴ്ചകളിലോട്ടായി. അടിപൊളി വ്യൂ ആയിരുന്നു. കുറച്ച് ആട്ടും കൂട്ടങ്ങളൊക്കെ പോകുന്നതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു അവർ പോകുന്നത് കാണാൻ തന്നെ. അവസാനം നമ്മൾ മേഘമലയിലോട്ട് കയറാനുള്ള ചെക്ക് പോസ്റ്റിലെത്തി ഗൈസ്. അവിടെ നമ്മളെ വണ്ടിയുടെ നമ്പറും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്യണം. മലയിലോട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ കുറേ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ്, കാണാൻ എന്തൊക്കെയാണ് കൗതുകത്തോടു കൂടി കയറുമായിരുന്നു. ഈ വളവുകൾ നമ്മൾ കയറി ചെല്ലുമ്പം കാണാൻ അടിപൊളിയാണെങ്കിലും ഇരുവശവും കാടാണ്, ഇച്ചിരി റിസ്ക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പോയപ്പം ഒട്ടും മഞ്ഞില്ലായിരുന്നു ഗൈസ് അവിടെ. നമ്മൾ മുകളിലോട്ട് കയറുന്തോറും പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു. മൊത്തം 18 ഹെയർ പിൻ വളവുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. ഇതൊന്നും അറിയുന്നില്ല, ഞാൻ ബാക്കിലിരുന്ന് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ഊന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്നു. നമ്മൾ ചേച്ചിന് അതിന് വയ്യേ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം അതിന് ഒരു കുഴപ്പവും ഇല്ല, ഒരു ഓട്ടം അങ്ങോട്ട്. വന്നതൊട്ടും മോശമായില്ല. അടിപൊളി വ്യൂ ആയിരുന്നു മേളിൽ കണ്ടതൊക്കെ. തേയിലത്തോട്ടവും മൊത്തം പച്ചപ്പ്, ചെറിയ തണുത്ത കാറ്റും മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു കൊച്ചു മൂന്നാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ മേഘമലയുടെ ഉയരം എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 1500 മീറ്റർ ഉയരമുണ്ട്. ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പും പച്ചപ്പും ആ ഒരു നിശബ്ദതയും എന്ത് നല്ല ഫീലാണെന്നറിയാവോ. പിന്നെ കണ്ണെത്താ ദൂരമുള്ള തേയിലത്തോട്ടവും. പിന്നെ കുറച്ചു നേരം ആ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങി അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച്. പിന്നെ നമ്മളവിടെ ഹൈവേ ടൗൺ പഞ്ചായത്ത് കണ്ടു. അവിടെ റൂമൊക്കെ അവൈലബിൾ ആണ്. മേഘമലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുവിട്ട സ്ഥലമാണത്. മേഘമലയിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ആനയെങ്കിലും നമ്മൾ കാണണ്ടേ? ഞങ്ങൾ കണ്ടു, പിടിയാന. ഇത്തിരി പേടിച്ചൊക്കെ നിന്നിട്ടായാലും വീഡിയോ ഒക്കെ എടുത്ത്, നമ്മൾ വീഡിയോയോ ഫോട്ടോയൊക്കെ എടുക്കാൻ ഇതേ കണക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ വയലൻ്റ് ആക്കരുത്. ഒന്നെടുത്ത് എറിയുകയോ പിന്നെ വണ്ടി സൗണ്ട് ഹോൺ അടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലെത്തി, വെന്നിയാർ എന്ന് പറയുന്നത്. കണ്ടാലും മതി വരാത്തത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. നിങ്ങളും ഒരിക്കൽ പോകണം കേട്ടോ. അങ്ങനെ മേഘമലയുടെ കുറേ
ഭംഗികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് താഴോട്ടിറങ്ങി. നമ്മൾ ഏത് വഴിയാണോ കയറിയത് തിരിച്ച് ആ റൂട്ടേ ഉള്ളൂ നമുക്ക് തിരിച്ചിറങ്ങാനും. കറക്റ്റ് ഒരു 5 മണി കഴിഞ്ഞപ്പം നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പം ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.